Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കണ്ണൂർ ജില്ലയിലെ ഏക സ്മാർട്ട് കൃഷിഭവനായി ചെറുതാഴം കൃഷിഭവൻ മാറി. സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടനം കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. പയ്യന്നൂർ സാഹിത്യോത്സവത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു. നഗരസഭാ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഗാന്ധി പാർക്കിൽ സമാപിച്ചു. തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ സ്വകാര്യ മത്സ്യവിൽപ്പന കേന്ദ്രത്തിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. മാലിന്യ പ്രശ്നം ഉന്നയിച്ച് നാട്ടുകാർ അടപ്പിച്ച ഫിഷ് സ്റ്റോൾ കോടതി ഉത്തരവുമായി തുറന്നു പ്രവർത്തിപ്പിക്കുവാനെത്തിയപ്പോഴാണ് ഒരു വിഭാഗം നാട്ടുകാർ സംഘടിച്ചെത്തി തടഞ്ഞത്. കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹാട്രിക് വിജയം നേടിയതിന്റെ സന്തോഷത്തിലാണ് പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികൾ. ഹൈസ്കൂൾ വിഭാഗം ദേശഭക്തി ഗാനത്തിനാണ് എ ഗ്രേഡ് നേടിക്കൊണ്ട് ഇവർ നാടിന് അഭിമാനമായത്. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ ജില്ലയിലെ ഏക സ്മാർട്ട് കൃഷിഭവനായി ചെറുതാഴം കൃഷിഭവൻ മാറി. സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടനം കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ചെറുതാഴം സ്മാർട്ട് കൃഷിഭവൻ ഉദ്ഘാടനവും കൃഷി പദ്ധതിയുടെ ഉദ്ഘാടനവും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. കൃഷിഭവൻ സ്മാർട്ട് ആവുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് നല്ല കമ്പ്യൂട്ടർ സംവിധാനമെല്ലാം വെച്ച് നല്ല ഫർണിച്ചറൊക്കെ വെച്ച് കൊള്ളാം, സ്മാർട്ടായിരിക്കും എന്ന് ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാവേണ്ട ആനന്ദവുമല്ല കൃഷി വകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. ഒരു ഓഫീസ് സ്മാർട്ടാവുന്നു എന്ന് പറഞ്ഞാൽ സേവനം സ്മാർട്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. മനോഹരമായ ഓഫീസ് ഉണ്ടായിട്ടും അതിനകത്ത് ഒരുപാട് കമ്പ്യൂട്ടർ സംവിധാനം ഉണ്ടായിട്ടും മാത്രം കഥയില്ല. അവിടുന്ന് ലഭ്യമാകുന്ന സേവനങ്ങൾ സ്മാർട്ടാവണം, വേഗത്തിൽ സേവനം ലഭ്യമാവണം, ഫലപ്രദമായ സേവനം ലഭ്യമാവണം. അപ്പോഴാണ് ഒരു ഓഫീസ് പൂർണ്ണമായി സ്മാർട്ട് ആയി മാറുന്നത്. കെട്ടിടമയമായിരുന്നില്ല, തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യുന്നതിനും വരുന്ന ആളുകൾക്ക് സേവനം വേഗത്തിൽ ലഭ്യമാവുന്നതിനും ഉപകരിക്കുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളും അനുബന്ധ സംവിധാനങ്ങളും ഉണ്ടാവും. കൃഷിഭവന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ കർഷകർക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് സ്മാർട്ട് കൃഷിഭവൻ വഴി ലക്ഷ്യമിടുന്നത്. ക്രോപ്പ് ഹെൽത്ത് ക്ലിനിക് എന്ന സംവിധാനത്തിലൂടെ രോഗകീടങ്ങളെ കണ്ടെത്തുകയും പരിഹാര നിർദ്ദേശം നൽകുകയും ചെയ്യുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സ്മാർട്ട് ക്ലാസ് റൂം സജ്ജീകരിച്ച് പുതിയ ടെക്നോളജികൾ കർഷകർക്ക് എളുപ്പത്തിൽ പകർന്നുകൊടുക്കാനും കൂടാതെ റെഫറൻസ് ലൈബ്രറിയും ദൃശ്യമാധ്യമ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ വെച്ച് മുതിർന്ന കർഷകൻ പാറയിൽ കുഞ്ഞിരാമനെ മന്ത്രി ആദരിച്ചു. എം വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി 80,000 പച്ചക്കറി തൈകളുടെ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി നിർവഹിച്ചു. ഹരിത അയൽക്കൂട്ടത്തിന്റെ പ്രഖ്യാപനം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ, PP രോഹിണി, AV രവീന്ദ്രൻ, CP ഷിജു, TV ഉണ്ണികൃഷ്ണൻ, കൃഷി ഓഫീസർ ജയരാജൻ നായർ, PP അംബുജാക്ഷൻ, MT സബിത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
പയ്യന്നൂർ സാഹിത്യോത്സവത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു. നഗരസഭ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഗാന്ധി പാർക്കിൽ സമാപിച്ചു. തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ സ്വകാര്യ മത്സ്യവിൽപ്പന കേന്ദ്രത്തിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. മാലിന്യ പ്രശ്നം ഉന്നയിച്ച നാട്ടുകാർ അടപ്പിച്ച ഫിഷ് സ്റ്റോൾ കോടതി ഉത്തരവുമായി തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ എത്തിയപ്പോഴാണ് ഒരു വിഭാഗം നാട്ടുകാർ സംഘടിച്ചെത്തി തടഞ്ഞത്. മാലിന്യ പ്രശ്നം ഉന്നയിച്ച് നാട്ടുകാർ അടപ്പിച്ച തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ ഫിഷ് സ്റ്റാൾ കോടതി ഉത്തരവുമായി തുറന്നു പ്രവർത്തിപ്പിക്കാൻ എത്തിയപ്പോഴാണ് ഒരു വിഭാഗം നാട്ടുകാർ സംഘടിച്ചെത്തി തടഞ്ഞത്. പ്രദേശത്തെ കുടിവെള്ളം തടസ്സപ്പെടുത്തുന്ന ഫിഷ് സ്റ്റാൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. ജീവനക്കാരെത്തി സ്ഥാപനം തുറന്നെങ്കിലും വാഹനത്തിൽ നിന്നും മത്സ്യമിറക്കാൻ സമ്മതിച്ചില്ല. സ്ഥാപനത്തിൽ നിന്നുള്ള വെള്ളം കൃത്യമായി കൈകാര്യം ചെയ്യാതെ തൊട്ടടുത്ത പറമ്പിലേക്ക് ഒഴുക്കിവിട്ട് സമീപത്തെ കിണറുകൾ മലിനപ്പെടുത്തുന്നു എന്നതാണ് നാട്ടുകാരുടെ പരാതി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹാട്രിക് വിജയം നേടിയതിന്റെ സന്തോഷത്തിലാണ് പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികൾ. ഹൈസ്കൂൾ വിഭാഗം ദേശഭക്തി ഗാനത്തിലാണ് എ ഗ്രേഡ് നേടിക്കൊണ്ട് ഇവർ നാടിന് അഭിമാനമായി മാറിയത്. സിന്ധുഗംഗാ സമതല ഭൂവിൽ ബന്ധുരാമൃതവേദമുണർന്നൊരു വന്ദിദേവരദായിനി ഭാരതമിന്റെ നാടഭിമാനമനുജ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പയ്യന്നൂർ സെന്റ് മേരീസിലെ കുട്ടികൾ മിന്നും വിജയം നേടിയിട്ടുണ്ട്. ദേശഭക്തി ഗാനത്തിൽ എ ഗ്രേഡാണ് നേടിയിട്ടുള്ളത്. എത്രത്തോളമാണ് നിങ്ങളുടെ സന്തോഷം ഇപ്പോൾ? ഫുൾ ഓൺ ഹാപ്പിയാണ് എല്ലാവരും. ഇതിൽ മിക്കവാറും കുട്ടികൾ 10ാം ക്ലാസ്സിലാണ്. അപ്പൊ നിങ്ങളുടെ ഹൈസ്കൂൾ കാലഘട്ടത്തിലെ അവസാനത്തെ ഒരു കലോത്സവമാണ്. ആരൊക്കെയാണ് ഇതിൽ 10ാം ക്ലാസ്സുകാര്? നമ്മള് 5 പേര്. നിങ്ങൾ 5 പേര്. ഇവർ രണ്ടുപേരും 9ലാണ്. അല്ല, ഇവർ രണ്ടുപേരും 9ലാണ്. അപ്പൊ എല്ലാവരുടെ പേരും ഒന്ന് പറഞ്ഞു. പേര് പറഞ്ഞു. അരുണിമ ആർക്കി, ശ്രീനന്ദ വസന്ത്, മെറിൻ വിജയ്, അനന്യ കെ, നിരഞ്ജന ഇ, ദേവനന്ദ ശ്രീധർ, അമേയ എസ് പ്രദീപ്. അപ്പോൾ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ആദ്യം ഒരു ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ മറികടക്കാൻ എത്രത്തോളം ആയിരുന്നു ഹോംവർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? പ്രാക്ടീസ് നമ്മൾ ഒരു ഓണം എക്സാമിൻ്റെ എല്ലാം ശേഷം സ്റ്റാർട്ട് ചെയ്തിനി. അപ്പോൾ നമ്മളൊരു റൂം തന്നെ ഉണ്ട് അവിടെ. ആ റൂം നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ പണ്ടേ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ എല്ലാവരും റൂം തന്നെ അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. നമ്മളെ ജോയ് മാഷ് ഇല്ലാത്തറ ആണ് പഠിപ്പിച്ചത് നമ്മളെ സംഗീതം ചെയ്തത്. പിന്നെ തുളസി ടീച്ചറെ പ്രാക്ടീസ് തരലും അങ്ങനെ മൊത്തത്തിൽ ആ റൂമും നമ്മൾ ഈ ഒരു 3 കൊല്ലമായിട്ട് ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്തതും അവിടെ എല്ലാം നമ്മുടെ ഫുൾ മൊമെന്റ്സും അവിടെയാണ്. കലോത്സവം നിങ്ങൾ ഓരോ തവണ കലോത്സവം ഇതുപോലെ വെറൈറ്റി ഭംഗിയുള്ള വസ്ത്രങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ ഫസ്റ്റ് എ ഗ്രേഡൊക്കെ വാങ്ങി വരുമ്പോൾ ഞാൻ തന്നെ വന്നിട്ടുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ ജോയ് മാഷിനോടും സംസാരിച്ചിട്ടുണ്ട്. ജോയ് മാഷിന്റെ പ്രിയപ്പെട്ട അരുമകളായ കുട്ടികളാണ് നിങ്ങളല്ലേ. അപ്പോൾ മാഷൊക്കെ ഇപ്പോൾ സ്കൂളിലില്ല, പക്ഷേ മാഷിന്റെ ഒരു ഇടപെടൽ എത്രത്തോളം ആയിരുന്നു നിങ്ങളുടെ ഈ ഒരു പ്രാക്ടീസ് സെഷനിലൊക്കെ? മാഷ് ഈ നമ്മൾ ഒരിക്കൽ 10ാം ക്ലാസ്സിനാണ് ആദ്യം നമുക്കൊരു പാട്ട് മാഷ് പഠിപ്പിച്ചു തരുന്നത്. പഠിപ്പിച്ചു തന്നതിന് ശേഷം പിന്നെ മാഷാണ് ഫുൾ എല്ലാ പരിപാടിയുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാളും മാഷ് വന്നിട്ടുണ്ട്. അവിടെ നിന്നായാലും
സ്റ്റേജിലേക്ക് കയറുന്നത്. ഇവിടെ നമുക്ക് ഫുൾ സപ്പോർട്ട് തരുന്നതും മാഷും തുളസി ടീച്ചർ രണ്ടാളും ഒരുമിച്ച് തന്നെയാണ്. എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട് മാഷ്. ബാക്കിയുള്ള സമയത്തൊക്കെ തുളസി ടീച്ചറാണ് ഒരുക്കിയെടുത്തത്. 3-ാം തവണയാണ് ഇപ്പോൾ കുട്ടികൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ദേശഭക്തി ഗാനത്തിന് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷവും ഈ വർഷവും നമുക്ക് ജില്ലയിൽ 1-ാം സ്ഥാനം കിട്ടിയിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റേറ്റിൽ പോയത്. അതിൻ്റെ മുന്നത്തെ വർഷം നമ്മൾ 2-ാം സ്ഥാനം നേടുകയും അപ്പീൽ വഴി സ്റ്റേറ്റ് പോവുകയും അതിൽ 1-ാം സ്ഥാനം കണ്ണൂർ ജില്ലയിൽ നിന്ന് കിട്ടിയ ടീമിനെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ എ ഗ്രേഡ് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് പിന്നെ കുറച്ചും കൂടി കോമ്പറ്റീഷൻ കുറച്ചും കൂടി ടഫായി വരുന്നുണ്ടെന്ന് തോന്നി. എന്തായാലും കുട്ടികൾക്ക് വളരെ നന്നായി പാടാനും അവർക്ക് നല്ല വിജയം നേടാനും ഈ വർഷം സാധിച്ചു. പിന്നെ ഇത് ഈ ദേശഭക്തി ഗാനം പഠിപ്പിച്ചിരിക്കുന്നത് ജോയ് മാഷാണ്. നമ്മുടെ സ്കൂളിലെ പൂർവ്വ അധ്യാപകനാണ് ജോയ് മാഷ്. സംഗീതം നൽകിയിരിക്കുന്നത് മാഷാണ്. പിന്നെ എഴുതിയിരിക്കുന്നത് RC കരിപ്പത്ത് മാഷിൻ്റെ രചനകളാണ്. ജോയ് മാഷ് മുതൽ ചില വരികൾ എഴുതിയിട്ടുണ്ട്. കുട്ടികളുടെ ഭൂരിഭാഗവും 10ാം ക്ലാസ്സിലെ കുട്ടികളാണ്. പിന്നെ ഈ വർഷം കൂടിയേ ഇല്ലു 3 വർഷം തുടർച്ചയായി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തവരാണ് ഭൂരിഭാഗം കുട്ടികളും. ഗാന്ധി വന്നു പിറന്നൊരു നാട്, ഗാന്ധി വന്നു പിറന്നൊരു നാട്, ശാന്തി മന്ത്രമുണർന്നൊരു നാട്, ശാന്തി മന്ത്രമുണർന്നൊരു നാട്, മന്ത്രമുന്നിതു മാമുനി നാട്, സാന്ദ്ര സാമ സുഗീത സുഘോഷം. അപ്പൊ ക്ലാസ് ടൈം ഒക്കെ കുറേ നഷ്ടപ്പെട്ടോ? ക്ലാസ് ടൈം നഷ്ടപ്പെടും. നമ്മൾ എല്ലാം കൂടി ബാലൻസ് ചെയ്തിട്ട് എല്ലാവരുടെയും ക്ലാസ് എങ്ങനെയാണ് പോകാണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്നാലും പോയിട്ടുണ്ട്. എന്നാലും നമ്മളൊരു ഹാപ്പിനെസ്. 10ാം ക്ലാസ് ആണ്, അപ്പൊ വീട്ടുകാരൊക്കെ അയ്യോ ഇങ്ങനെ ക്ലാസ് ടൈം പോവുകയാണോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്? ടെൻഷനൊക്കെ പാരൻസിന് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പക്ഷെ നമ്മൾ ശരിയാക്കും, നമ്മൾ റെഡിയാക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർ കൊടുത്തിട്ട് തന്നെയാണ് പാടാൻ പ്രാക്ടീസ് ഒക്കെ എടുക്കാൻ വേണ്ടി ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇപ്പോഴെന്താണ് സങ്കടമുണ്ടോ? 10ാം ക്ലാസ് ആയി, ഇനിയിപ്പോൾ ഒരു ഹൈസ്കൂൾ കലോത്സവത്തിന്റെ ഒരു മിസ്സിങ്, +1 +2 ഒക്കെ നമുക്ക് ഉണ്ട് എങ്കിൽ പോലും ഉണ്ടോ ആ ഒരു വിഷമമുണ്ടോ? അതല്ല, ഒരു ഓക്കെ 10ാം ക്ലാസ്സിന്റെ കലോത്സവം കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടീം എപ്പോഴും പ്രഷ്യസ് തന്നെയാണ്. അപ്പോൾ ഈ 10ാം ക്ലാസ് പോയി കഴിഞ്ഞാൽ +1 ഇനിയിപ്പോൾ നമ്മൾ വേറെ ടീമായിട്ട് പരിപാടിയിൽ പങ്കെടുക്കുമെങ്കിലും ഈ ഒരു ടീമിനെ നമ്മൾ നന്നായിട്ട് മിസ് ചെയ്യും. പക്ഷേ നമ്മൾ ഈ ഒരു ടീമായി ഇപ്പൊ ഇത്രയും വർഷം കലോത്സവത്തിന് പ്രിപ്പയർ ചെയ്തു. എല്ലാ വർഷവും നമ്മളെ അത്രത്തോളം നമ്മുടെ കലോത്സവ വേദിയും നമ്മളെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റുന്നത് അല്ലേ? ഇനിയും അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിലൊക്കെയും നിങ്ങൾക്ക് ഒത്തിരി 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 വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷം. ഇന്ത്യ പുതിയ സൂര്യനായുദിച്ചുയർന്നു വന്നതും ഒരുപാടു ധീരനെ. പയ്യന്നൂർ സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് ഗാന്ധി പാർക്കിൽ സംഘടിപ്പിച്ച പുസ്തകോത്സവത്തിന്റെയും ഫോട്ടോ പ്രദർശനത്തിന്റെയും ഉദ്ഘാടനം നടന്നു. പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടനം പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ നിർവഹിച്ചു. ഫോട്ടോ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നാരായണൻ കാവുമ്പായും നിർവഹിച്ചു. പയ്യന്നൂർ സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് ഗാന്ധി പാർക്കിൽ സംഘടിപ്പിച്ച പുസ്തകോത്സവത്തിന്റെയും ഫോട്ടോ പ്രദർശനത്തിന്റെയും ഉദ്ഘാടനം നടന്നു. പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടനം പത്മശ്രീ VP അപ്പുക്കുട്ട പൊതുവാൾ നിർവഹിച്ചു. ഇവിടെ സന്നിഹിതരായ എല്ലാ മാന്യ വ്യക്തികൾക്കും ഹൃദയംഗമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളട്ടെ. പുസ്തകം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് ഒരു നാട്ടിൻ്റെ പുരോഗതിക്ക്. ഒരു പുസ്തകത്തിൽ നിന്ന് ഇപ്പോൾ പുസ്തകമില്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങാനാണ് ലോകം. ശാസ്ത്രത്തിൻ്റെ പുരോഗതി അത്രയും അത്ഭുതകരമായി നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നാരായണൻ കാവുമ്പായും നിർവഹിച്ചു. KK കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ TP വേണുഗോപാലൻ, ഉണ്ണിക്കാനായി, K ശിവകുമാർ, നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, PV കുഞ്ഞപ്പൻ, MK രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പഴയങ്ങാടി വെങ്ങരയിൽ നവദ റോഡിൽ അപകടം പതിയിരിക്കുന്നു. റോഡരികിലുള്ള കുളത്തിന് കൈവരിയില്ലാത്തത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുകയാണ്.
കഴിഞ്ഞ ദിവസമാണ് പഴയങ്ങാടി വെങ്ങര നടക്കുതാഴെ സ്വദേശിയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രീനന്ദ കാടുപിടിച്ച് കിടന്ന കൈവരിയില്ലാത്ത തോട്ടിൽ വീണ് മരണപ്പെട്ടത്. വെങ്ങരയിലെ നവദാ റോഡരികിൽ കുളത്തിന് സമീപം കൈവരി സ്ഥാപിക്കാത്തത് ഇത്തരം അപകടം വിളിച്ചു വരുന്നതാണ്. കൈവരിയില്ലാത്തതിനാൽ തന്നെ ഇവിടെയും അപകടമുണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഈ കുളം. വീതി കുറഞ്ഞ റോഡിലൂടെ 2 വാഹനങ്ങൾ ഒരുമിച്ച് വന്നാൽ കുളത്തിലേക്ക് വീണ് അപകടമുണ്ടാവാനും സാധ്യതയുണ്ട്. ഒപ്പം കുളത്തിനരികെ കാടും വളർന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടന്നു പോകുന്ന വഴിയിലെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കുളത്തിനോട് ചേർന്ന് കൈവരി സ്ഥാപിക്കണമെന്നതും ജനങ്ങളുടെ ആവശ്യമാണ്. കുട്ടികൾക്ക് നടന്നു പോകാനുള്ള ഒരു ഇടവില്ല അവിടെ. പിന്നെ അതുമാത്രമല്ല, അതിൻ്റെ കുളത്തിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പ് കുറച്ച് താഴ്ത്തി കെട്ടുകയോ അല്ലെങ്കിൽ വേറൊരു വഴിയിലൂടെ ഇറങ്ങാനുള്ള ഒരു സൗകര്യം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അത് എളുപ്പമാകും. വിദ്യാർത്ഥികളുടെ നിലവിൽ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു വഴിയാണത്. അത് ശരിയാക്കണമെന്നാണ് അഭിപ്രായം. മറ്റൊരു അപകടത്തിന് കാത്തു നിൽക്കാതെ ബന്ധപ്പെട്ടവർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. കുളത്തിനോട് ചേർന്ന് അടിയന്തരമായി കൈവരി നിർമ്മിക്കണമെന്നും ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മാടായി പഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ ചാക്യാർകൂത്തിന്റെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ സെമിനാറും ചാക്യാർകൂത്ത് അവതരണവും നടന്നു. രംഗകലയിൽ നർമ്മത്തിന് ഏറെ പ്രാധാന്യമുള്ള ചാക്യാർകൂത്ത് അവതരണം വിദ്യാർത്ഥികൾക്ക് അപൂർവ അനുഭവമായി മാറി. ഞാനും കൂടെ വരുന്നെന്ന് പറയുമ്പോൾ അയാളാ നീ എന്നെ ഇങ്ങോട്ട് എൻ്റെ കൂടെ കെട്ടിയെടുക്കണ്ടോ? എന്നാ ഞാൻ എങ്ങോട്ടും പോണില്ല, നീ വരുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ടും പോണില്ല. ഇതാണ് ഈ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആദ്യത്തെ ദിവസം ഇല്ലാണ്ട് പോയില്ല, പിന്നെ ഉണ്ടെങ്കിൽ പോയില്ല എന്നുള്ളതാണ്. അതാണ് പറയാറുണ്ട്, വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് ദിവസം ഭാര്യ പറയണത് ഭർത്താവ് കേൾക്കും. രാമായണത്തിലെ അങ്കദൂത് എന്ന ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സെമിനാറും അഭിനയ വാക്ചാതുരിയോടെ അവതരിപ്പിച്ച ചാക്യാർകൂത്ത് അവതരണവും നടന്നത്. കലാസ്വാദനത്തിന് സദസ്സിലെത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ചാക്യാർകൂത്ത് അവതരണത്തിൽ കണക്കിന് പരിഹസിച്ചത് വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കലാമണ്ഡലം ജിഷ്ണു പ്രതാപാണ് ചാക്യാർകൂത്ത് അവതരിപ്പിച്ചത്. നേപഥ്യ ജിനേഷ് മിഴാവിൽ താളമിട്ടു. ഇൻഡാക്, ഫോക്ലാൻഡ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംവേദനപരമായ സെമിനാറും ചാക്യാർകൂത്ത് പ്രദർശനവും നടത്തിയത്. സ്കൂൾ പ്രധാനാധ്യാപകൻ MC ശിഹാബ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദി ഉപജില്ലാ സെക്രട്ടറി അനീഷ് വേങ്ങാട്ട് വിഷയാവതരണം നടത്തി. വിദ്യാരംഗം സ്കൂൾ കൺവീനർ M മനു, SRG കൺവീനർ K പ്രകാശ്, സ്റ്റാഫ് സെക്രട്ടറി V ഹരീന്ദ്രൻ, സീനിയർ അസിസ്റ്റന്റ് S മനോജ്, VK ശശികല, K ശ്രീപ്രിയ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അത് ചെറിയ പരക്കന്മാരല്ല, ഈ വലിയ വലിയ പരക്കന്മാരൊക്കെ അഞ്ചരയില്ലാണ്ട് നടന്നാലോ? ഇതിനൊക്കെ വ്യവസ്ഥ വേണ്ട. കോത്തായിമുക്ക് ചെറുപുഴ റോഡിൽ കാങ്കോൽ ഭാഗത്ത് സ്വകാര്യ കമ്പനി കുഴിയെടുക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുന്നു. റോഡിന്റെ ടാർ തന്നെ പൊളിച്ചാണ് കേബിൾ ഇടുന്നത്. കോത്തായിമുക്ക് ചെറുപുഴ റോഡിൽ കാങ്കോൽ ഭാഗത്ത് സ്വകാര്യ കമ്പനി കുഴിയെടുക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തുന്നു. കാങ്കോൽ ടൗണിലും കുണ്ടേങ്കോവൽ ഭാഗം, വൈപ്പിരിയം എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ കുഴിയെടുത്തിട്ടിരിക്കുന്നത്. റോഡിന്റെ ടാർ തന്നെ പൊളിച്ചാണ് കേബിൾ ഇടുന്നത്. ആഴത്തിലുള്ളതാണ് കുഴി. ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. അധികൃതരെ നോക്കുകുത്തിയാക്കിയാണ് സ്വകാര്യ കമ്പനിയുടെ ഈ അന്യായ നടപടി. ഈ റോഡ് സൈഡിൽ സ്വകാര്യ കമ്പനീൻ്റെ ഏത് കമ്പനിയാണെന്നറിയില്ല, കുഴി ഒരാളെ ആഴത്തിലുള്ള കുഴിയെടുത്ത് അത് മൂടാതെ വെച്ചിരിക്കുകയാണ്. ഇത് ജനങ്ങൾ ഏത് സമയവും അവർക്ക് അപകടം സംഭവിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കുഴി മാന്തി വെച്ചിട്ടുള്ളത്. ഇതിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ കാങ്കോൽ ടൗണിലടക്കം ഇങ്ങനെ കുഴി മാന്തി വെച്ച് പൈപ്പ് ഇട്ടിട്ട് മൂടാതെ വെച്ചിരിക്കുകയാണ്. അത് നിർബന്ധമായും അധികൃതർ അതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാതെ പക്ഷം ആളുകൾ അതിൽ വീണ് മരിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അത് അടിയന്തരമായി നടപടി സ്വീകരിക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും ആരംഭിച്ച സമരപ്രചരണ ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി.
ഫെബ്രുവരി 4-ന് സെക്രട്ടേറിയറ്റ് മാർച്ചും ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായാണ് സമരപ്രചരണ ജാഥ നടത്തുന്നത്. ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക, പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക, DA പ്രമോഷൻ, സ്ഥലമാറ്റം ഉൾപ്പെടെ തടഞ്ഞുവെച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, പുതിയ ബസ്സുകൾ നിരത്തിലിറക്കുക, കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 4-ന് സെക്രട്ടേറിയറ്റ് മാർച്ചും ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിക്കുന്നത്. ഇതിനു മുന്നോടിയായി കാസർഗോഡ് നിന്നും ആരംഭിച്ച സമരപ്രചരണ ജാഥയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. ഹണി ബാലചന്ദ്രൻ ജാഥ ക്യാപ്റ്റനും, R ഹരിദാസ് വൈസ് ക്യാപ്റ്റനും, PA ജോജോ മാനേജരും, S സുജിത് സോമൻ, K സന്തോഷ്, SR നിരീഷ്, P റഷീദ, P ശശികല എന്നിവർ ജാഥാംഗങ്ങളുമായാണ് സംസ്ഥാന സമരപ്രചരണ ജാഥ നടത്തുന്നത്. സ്വീകരണ യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് SR നിരീഷ് ജാഥയ്ക്കാധാരമായ കാര്യങ്ങൾ വിശദീകരിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുന്നത്. അന്ന് ഇടതുപക്ഷത്തിന്റെ പിന്തുണയുണ്ടായിരുന്നതുകൊണ്ട് മാത്രം ആ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. എന്നാൽ രണ്ടാം UPA ഗവൺമെന്റ് ഇടതുപക്ഷ പിന്തുണയില്ലാതെ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് അത് നടപ്പിലാക്കി. സ്വാഭാവികമായും ഭരണകക്ഷി ഒരു പദ്ധതി നടപ്പിലാക്കാൻ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചാൽ സ്വാഭാവികമായും പ്രധാന പ്രതിപക്ഷം അതിനെ എതിർക്കും. എന്നാൽ അന്ന് രാജ്യത്തിൽ അധികാരത്തിലുണ്ടായിരുന്ന പ്രധാന പ്രതിപക്ഷമായ BJP KK കൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് C കൃഷ്ണൻ, CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ, CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി P സന്തോഷ്, CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ, TK രാജേഷ്, K നിഷാദ്, BK ബാബുരാജ്, UV രാമചന്ദ്രൻ തുടങ്ങിയവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ ഭിന്നശേഷിക്കാർക്കായി വേറിട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനായി വാർഡ് സഭ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ 2025-26 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിക്കാർക്കായി വേറിട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വാർഡ് സഭ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭയിൽ 2025-26 വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട എല്ലാ വാർഡ് സഭകളും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ യോഗം ചേർന്ന് കരട് പദ്ധതി നിർദ്ദേശങ്ങളെല്ലാം സ്വരൂപിച്ചുകൊണ്ട് എല്ലാ വാർഡ് സഭകളിലേക്കും ആ കരട് പദ്ധതി നിർദ്ദേശങ്ങൾ പോയി വാർഡ് സഭയിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങളടക്കം എല്ലാം സമാഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ജയ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ T വിശ്വനാഥൻ, TP സമീറ, കൌൺസിലർമാരായ ഇക്ബാൽ പോപ്പുലർ, E കരുണാകരൻ, ICDA സൂപ്പർവൈസർ സതി, ഭിന്നശേഷി സംഘടനാ പ്രതിനിധി ET പത്മനാഭൻ, TP ജയപ്രകാശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായി കുടുംബശ്രീ അംഗങ്ങളുടെയും ഹരിതകർമ്മസേന അംഗങ്ങളുടെയും സംഗമം സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പരിപാടി CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായി പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന കുടുംബശ്രീ അംഗങ്ങളുടെയും ഹരിതകർമ്മസേന അംഗങ്ങളുടെയും സംഗമം CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ സമ്മേളനം തളിപ്പറമ്പിൽ വെച്ച് നടക്കുന്നത്. ആ സമ്മേളനത്തിന്റെ ഭാഗമായി നിരവധിയായ അനുബന്ധ പരിപാടികൾ ജില്ലയിലാകെ പൊതുവെ പ്രത്യേകിച്ച് തളിപ്പറമ്പ് ഏരിയയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടിയും KP സേതുമാധവൻ, ശോഭ A, സരളാഭായി, കൌൺസിലർമാർ, ADS അംഗങ്ങൾ, അയൽക്കൂട്ടം വനിതകൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
കാങ്കോലിൽ പ്രവർത്തിക്കുന്ന മഠത്തിൽ ട്രേഡേഴ്സിന്റെ 6ാം വാർഷികത്തോടനുബന്ധിച്ച് ക്ഷീര കർഷകർക്കും മറ്റുമുള്ള എല്ലാവിധ ഉൽപ്പന്നങ്ങളും 40 മുതൽ 50% വരെ വിലക്കുറവിൽ ലഭ്യമാണ്. ഫെബ്രുവരി 28 വരെ കർഷകർക്കു മാത്രമാണ് ഈ ഓഫറെന്ന് മഠത്തിൽ ട്രേഡേഴ്സ് അറിയിച്ചു. കാങ്കോലിൽ പ്രവർത്തിക്കുന്ന മഠത്തിൽ ട്രേഡേഴ്സിന്റെ 6ാം വാർഷികത്തോടനുബന്ധിച്ച് ക്ഷീര കർഷകർക്കും മറ്റുമുള്ള എല്ലാവിധ ഉൽപ്പന്നങ്ങളും 40 മുതൽ 50% വരെ വിലക്കുറവിൽ ലഭ്യമാണ്. 13/1/2025 മുതൽ 28/2/2025 വരെ കർഷകർക്ക് മാത്രമാണ് ഈ ഓഫറെന്ന് മഠത്തിൽ ട്രേഡേഴ്സ് ഉടമ സജ കാങ്കോൽ അറിയിച്ചു. ഇതിപ്പോൾ കാങ്കോൽ ചെമിയ റോഡിലാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. മഠത്തിൽ ട്രേഡേഴ്സിന്റെ സഹോദര സ്ഥാപനമാണ്. ഇതിപ്പം 6ാമത്തെ വർഷമാണ് മൊത്തം നമ്മളിപ്പോൾ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ ഇപ്പം നിലവിൽ ഉള്ളത് പശുക്കൾക്കും കോഴികൾക്കും ബാക്കിയുള്ള പക്ഷികൾക്കും ആവശ്യമുള്ള എല്ലാതരം ഫീഡ് സപ്ലിമെന്റുകളും ടോണിക്കുകളും എല്ലാമാണ് ഇവിടെ ഇപ്പം വിൽക്കപ്പെടുന്നത്. നമ്മൾ നിലവിൽ വിറ്റുകൊണ്ടിരുന്നത് 30% ഡിസ്കൗണ്ടിലാണ്. ഇതിപ്പോൾ വാർഷികം പ്രമാണിച്ചിട്ട് ഈ ഒരു മാസത്തേക്ക് നമ്മളൊരു 50% വരെ ക്യാഷ് ബാക്ക് ഗ്യാരണ്ടിയോട് കൂടിയിട്ട് ഏത് സാധനം ഉപയോഗിച്ച് തൃപ്തിയായ ക്യാഷ് ബാക്ക് ഗ്യാരണ്ടിയോട് കൂടി നമ്മൾ വിതരണം ചെയ്യുന്നതാണ്. കാൽസ്യം, മിനറൽസ്, കുളമ്പ് രോഗത്തിനും ചർമ്മമുഴയ്ക്കും പരിഹാരമായുള്ള വൈറോ ഫ്രീ ലിക്വിഡ്, കന്നുകാലികൾക്ക് ആവശ്യമുള്ള എല്ലാവിധ ഫീഡ് സപ്ലിമെന്റുകളും മിനറൽസുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഷോപ്പ് പരിചയപ്പെടുത്തുന്ന ഏറ്റവും പുതിയ ഉൽപ്പന്നമാണ് സൂപ്പർ ഹിറ്റ് സ്പ്രേ. ഒരു തവണ ഉറുമ്പ്, ചിതൽ വരുന്നിടത്ത് സ്പ്രേ ചെയ്താൽ 8 മാസത്തേക്ക് ഇവ വരില്ലെന്നും 100% നാച്ചുറൽ പ്രോഡക്റ്റ് ആണെന്നും കുട്ടികൾക്ക് ഇത് കൈകാര്യം ചെയ്യാവുന്നതാണെന്നും സജ കാങ്കോൽ പറയുന്നു. ക്ഷീരമേഖലയിലെ വർദ്ധിച്ചുവരുന്ന ചെലവുകൾക്ക് പരിഹാരമായി ഒരു സ്വകാര്യ സ്ഥാപനം ഇത്തരത്തിൽ വിലക്കുറവുമായി മുന്നോട്ട് വരുന്നത് ഇതാദ്യമാണ്. 2012 മുതൽ സജീവമായി ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്നയാളാണ് സജ കാങ്കോൽ. 2022 ഇന്ത്യയിലെ പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയായ അമോർ വൈറ്റുമായി താൻ ധാരണയിലെത്തിയതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ വിലക്കുറവിൽ സാധനങ്ങൾ കർഷകർക്ക് നൽകാൻ സാധിക്കുന്നതെന്നും ഇദ്ദേഹം പറയുന്നു. മഠത്തിൽ ട്രേഡേഴ്സ് കൊടുക്കുന്ന എല്ലാത്തരം ഉൽപ്പന്നങ്ങൾക്കും 100% ക്യാഷ് ബാക്ക് ഗ്യാരണ്ടിയും ഇദ്ദേഹം ഉറപ്പു നൽകുന്നു. ഇത്തരമൊരു മാതൃക കേരളത്തിൽ തന്നെ ആദ്യമാണെന്നും ഇദ്ദേഹം അവകാശപ്പെടുന്നു. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംരംഭക സഭ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംരംഭക സഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംരംഭക സഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വ്യവസായികളെല്ലാം മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു വ്യവസായികൾ വരുമ്പോൾ അവർക്കുള്ള സപ്പോർട്ട് കേരളത്തിനകത്ത് കൊടുക്കുന്നില്ല. ഈ പരാതികളായിരുന്നു മുൻകാലങ്ങളിൽ കേരളത്തെക്കുറിച്ചുണ്ടായിരുന്നു. ആ പരാതികളെല്ലാം മാറ്റി ഇന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള കേരളത്തെ ഭരണ സംവിധാനം എല്ലാ പഞ്ചായത്തുകളോടും വ്യവസായം ഒത്തുകൊണ്ടൊരു കാര്യം പറഞ്ഞത്, ആര് വ്യവസായം തുടങ്ങാൻ വരുന്നുണ്ടെങ്കിൽ അവരെ കയ്യിൽ വേണ്ടി സ്വീകരിക്കാൻ പറ്റുന്ന നിലപാടുകൾ നിങ്ങൾ ആധികാരികമായിട്ട് സ്വീകരിക്കണമെന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങാൻ. സംരംഭകരുടെ കൂട്ടായ്മ ഉണ്ടാക്കുക, വിവിധ വകുപ്പുകളുടെ ഏകോപനം നടത്തുക, സംരംഭകരുടെ പ്രാദേശികമായ ആവശ്യങ്ങൾ കണ്ടെത്തി പരിഹാരമുണ്ടാക്കുക തുടങ്ങിയവയാണ് സംരംഭക സഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് K പത്മിനി അധ്യക്ഷയായി. സുരേഷ് ബാബു KV, TM സതീശൻ മാസ്റ്റർ, സ്മിത RK, ജിതിൻ K തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കേരള മാപ്പിള കലാശാലയുടെ ആഭിമുഖ്യത്തിൽ ബീഗംപീർ പുരസ്കാര സംഗമം നടത്തി. തായ്നേരി ദാറുൽ അമനിൽ സംഘടിപ്പിച്ച സംഗമം പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കേരള മാപ്പിള കലാശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബീഗംപീർ പുരസ്കാര സംഗമം പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പുരസ്കാര ജേതാക്കളായ അസീസ് തായ്നേരി, കണ്ണൂർ ഷാഫി, ബൽക്കിസ് റഷീദ്, നസ്രുദ്ദീൻ മണ്ണാർക്കാട് എന്നിവരെ മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ TP ഭാസ്കര പൊതുവാൾ ആദരിച്ചു. ഹിന്ദുക്കളെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ ഹിന്ദു എന്നൊക്കെ പറയുന്നത് എൻ്റെ ഉള്ളിൽ ഒരു ഹിന്ദു ഉള്ളത് കൊണ്ടല്ല. എൻ്റെ ഉള്ളിൽ ഹിന്ദു ഉണ്ട്. ആ ഹിന്ദു എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരമാണ്. എന്നോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭാരതീയ സംസ്കാരത്തെയാണ് ഞാൻ ഹിന്ദു എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ന് നമ്മൾ പറയപ്പെടുന്ന വർഗീയത ഉണ്ടാക്കുന്ന, വിഭാഗീയത ഉണ്ടാക്കുന്ന ഹിന്ദു അല്ല. അന്ന് നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ പറയുന്നില്ലേ, ആ സംസ്കാരം അങ്ങനെ വന്നതാണ്. അഹമ്മദ് P. സിറാജ് അധ്യക്ഷത വഹിച്ചു.
ഫാസിൽ ഷാജഹാൻ, കമാൽ റഫീഖ്, മനോഹരൻ വെങ്ങര, MK ഇസ്മയിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് CVA കുട്ടി ചെറുവാടി നയിച്ച ഇശലും ഗസലും സംഗീത പരിപാടിയിൽ ആദിൽ അത്തു, നിസാംബീർ മുഹമ്മദ്, താഹ മാട്ടൂൽ, ഹാഫിദ് ഷാഹിദ് എന്നിവർ ഗാനങ്ങൾ അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോറോം യൂണിറ്റ് വാർഷിക സമ്മേളനം കോറോം സാംസ്കാരിക നിലയത്തിൽ നടന്നു. KSSPU കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോറോം യൂണിറ്റ് വാർഷിക സമ്മേളനം കോറോം സാംസ്കാരിക നിലയത്തിൽ നടന്നു. KSSPU കണ്ണൂർ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 2013 ഏപ്രിൽ 1 ശേഷം സർവീസിൽ വന്നവർക്ക് ഈ പദ്ധതിയില്ല. അവർ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സമ്പ്രദായത്തിലാണ് പെൻഷൻ വാങ്ങാൻ പോകുന്നത്. ആ പെൻഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഈ വിശദീകരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കും. ഏതായാലും എന്താണ് ഈ പെൻഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ജോലിയിൽ നിന്ന് വിരമിച്ച വിശ്വസ്തരായിട്ടുള്ള ജീവനക്കാർക്ക് KSSPU കോറോം യൂണിറ്റ് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. RK രാധ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. KP വേണുഗോപാലൻ, A രാമചന്ദ്രൻ, VM രാജീവൻ, NV കുഞ്ഞിരാമൻ മാസ്റ്റർ, P കൃഷ്ണൻ, അച്യുതൻ പുത്തലത്ത്, KM കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 2025-26 വർഷത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 45 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഗൃഹോപകരണ രംഗത്തെ പ്രമുഖ റീറ്റെയിൽ ബ്രാൻഡായ JR ട്രേഡിംഗ് കമ്പനിയുടെ 5ാമത്തെ ഷോറൂം പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. JR ഗ്രൂപ്പ് ചെയർമാൻ KP അബ്ദുൾ ജബ്ബാർ ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. 45 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഗൃഹോപകരണ രംഗത്തെ പ്രമുഖ റീറ്റെയിൽ ബ്രാൻഡായ JR ട്രേഡിംഗ് കമ്പനിയുടെ 5ാമത്തെ ഷോറൂം പയ്യന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. JR ഗ്രൂപ്പ് ചെയർമാൻ KP അബ്ദുൾ ജബ്ബാർ ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. JR ട്രേഡിംഗ് കമ്പനിയുടെ 5ാമത്തെ ആദ്യ വിൽപ്പന സയ്യിദ് തൈബുൽ ബുഖാരി തങ്ങൾ TKC അബ്ദുൽ ഖാദർ ഹാജിക്ക് നൽകി നിർവഹിച്ചു. SP ഗ്രൂപ്പ് ചെയർമാൻ നാസിം K ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഡയറക്ടർമാരായ മിസ്ബാഹ് JR, മിൻഹാജ് JR, മിദ്ലാജ് JR, ഹംസ ഹാജി വുഡ്ലക്സ്, നസീം വുഡ്ലക്സ്, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KU വിജയകുമാർ, തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജ് സെക്രട്ടറി മഹമ്മൂദ് അള്ളാങ്കുളം, റഫീഖ് അമാനി തട്ടുമ്മൽ, ഇക്ബാൽ പോപ്പുലർ, മുൻ MLA C കൃഷ്ണൻ, റഫീഖ് അമാനി തട്ടുമ്മൽ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൻപിച്ച ഓഫറുകളാണ് JR ട്രേഡിംഗിൽ ഒരുക്കിയിട്ടുള്ളത്. ഗൃഹോപകരണങ്ങൾക്കു പുറമെ ഹോട്ടൽ വെയർ ഉൽപ്പന്നങ്ങളുടെ മികച്ച ശേഖരണവും JRൽ ഒരുക്കിയിട്ടുണ്ട്. വിതരണക്കാരിൽ നിന്നും ഫാക്ടറി പർച്ചേസ് ചെയ്യുന്നതിനാൽ വൻപിച്ച വിലക്കുറവിലാണ് ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിന് ലഭിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കച്ചവടക്കാർക്ക് ഹോൾസെയിൽ പർച്ചേസിനുള്ള സൗകര്യവും JR ട്രേഡിംഗിൽ ഒരുക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കൈരളി TVയും ദൃശ്യ പയ്യന്നൂരും സംയുക്തമായി ഒരുക്കുന്ന മെഗാ ഇവന്റ് പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. സംഗീത മാമാങ്കം സുപ്രസിദ്ധ പിന്നണി ഗായകൻ MG ശ്രീകുമാർ നയിക്കും. സുപ്രസിദ്ധ പിന്നണി ഗായകൻ MG ശ്രീകുമാർ, ശിഖ പ്രഭാകർ, റഹ്മാൻ, മിയ തുടങ്ങിയ ഗായകരും ഗായത്രി സുരേഷ്, ശ്രുതിലക്ഷ്മി തുടങ്ങിയ നർത്തകിമാരും മെഗാഷോയിൽ പങ്കെടുക്കും. മാപ്പിളപ്പാട്ട് കലാകാരന്മാരായ ആദിൽ അത്തു, സജ്ല സലീം തുടങ്ങിയവർ അവതരിപ്പിക്കുന്ന ഇശൽ രാവും മെഗാഷോയിലുണ്ടാകും. 4.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടി പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് നടക്കുക. ഞായറാഴ്ച വൈകുന്നേരം 5 മണി മുതൽ കാണികൾക്ക് പ്രവേശനം അനുവദിക്കും.
പയ്യന്നൂരിലെ പോലീസ് മൈതാനം, ശ്രീവത്സം ഓഡിറ്റോറിയം, BMLP സ്കൂൾ, തെക്കേ ബസാറിലുള്ള സർവീസ് സഹകരണ ബാങ്ക് പാർക്കിംഗ് ഗ്രൗണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാധ്യമസമ്മേളനത്തിൽ TI മധുസൂദനൻ MLA, P സന്തോഷ്, K ശിവകുമാർ, അഡ്വക്കേറ്റ് KV ഗണേശൻ, K കമലാക്ഷൻ, AK ബൈജു, PV കുട്ടൻ, CV രാജു എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉത്തര മലബാറിലെ പ്രശസ്ത ശിവക്ഷേത്രമായ മാടായി ശ്രീ വടകുന്ത് ശിവക്ഷേത്ര ഉത്സവത്തിന് ഭക്തജനത്തിരക്ക്. ഉത്സവത്തിന്റെ ഭാഗമായി ആനപ്പുറത്ത് എഴുന്നള്ളത്തും തിടമ്പ് നൃത്തവും നടന്നു. മാടായി വടുകുന്ന ശിവക്ഷേത്രത്തിലെ ഉത്സവം വിവിധങ്ങളായ ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികളോടെ നടന്നുവരികയാണ്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് കൊടിയേറ്റവും മറ്റ് പൂജാതി കർമ്മങ്ങളും നടന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി ആനപ്പുറത്ത് കാഴ്ചശീവേലി, ചേതനഗിത്താഴയുടെ തിടമ്പ് നൃത്തം എന്നിവ നടന്നു. രാവിലെ 8 മണി മുതൽ ഉത്സവബലി, രാവിലെ 11 മണി മുതൽ സപ്തമാതൃക്കളുടെ പൂജ, രാത്രി 8 പള്ളിവേട്ട, 18 രാവിലെ 8 മണിക്ക് ഭഗവാന്റെ ആറാട്ട് എഴുന്നള്ളത്ത്, വടുകുന്ത തടാകത്തിലേക്ക് ആറാട്ടിനായി പുറപ്പെടൽ, ആറാട്ടിന് ശേഷം തിരിച്ചെഴുന്നള്ളത്ത് എന്നിവയും നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായി രാവിലെയും രാത്രിയും അന്നദാനവും നടന്നു വരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ ഹരിതകർമ്മ സേന അംഗങ്ങളുടെ കുറ്റൂർ ലോക്കൽ തല സംഗമം ഓലയമ്പാടിയിൽ വെച്ച് നടന്നു. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം K പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ ഹരിതകർമ്മ സേന അംഗങ്ങളുടെ കുറ്റൂർ ലോക്കൽ തല സംഗമം ഓലയമ്പാടിയിൽ വെച്ച് നടന്നു. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം K പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. മുതലാളിത്തമല്ല ഇതിന് പരിഹാരം. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയിലാണ്. ആ മുതലാളിത്തത്തിന് ഇത് പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല. മുതലാളിത്തം എപ്പോഴും ചൂഷിത മേഖലയാണ്. ആരൊക്കെ ചൂഷണം ചെയ്ത് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് അവർ കാണുന്നത്. അതുകൊണ്ട് മുതലാളിത്തം ഇതിന് പരിഹാര മാർഗമല്ല, പകരം സോഷ്യലിസമാണ് ഇതിന് പരിഹാരം എന്നുള്ളതാണ് നാം കാണുന്നത്. സോഷ്യലിസമാണ് പരിഹാരം എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒട്ടനവധി ഉദാഹരണങ്ങൾ. MK കരുണാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. P ബാലകൃഷ്ണൻ, P ദാക്ഷായണി, VV ശോഭ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രത്നകുമാരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിനെ വളർച്ചയുടെ പുതിയ പാതയിലേക്ക് എത്തിക്കുന്നതിനും സാമൂഹ്യനീതിയുടെയും പരിസ്ഥിതി സുരക്ഷയുടെയും മാതൃകയാക്കി മാറ്റാനുതകുന്ന പദ്ധതികളുടെ കരട് പദ്ധതിക്ക് രൂപം നൽകാനാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. വികസന സെമിനാർ ഈ വർഷത്തേതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്രാധാന്യമുള്ളതാണ്. ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിലത്തെ വികസന സെമിനാർ കൂടിയാണിത്. അപ്പം അടുത്ത വർഷം പുതിയ ഭരണസമിതിയാണ് ഈ പദ്ധതികൾ പൂർണ്ണമായും നടപ്പിലാക്കുക. ഇപ്പം തയ്യാറാക്കുന്ന പദ്ധതികൾ ഒരു പകുതി മാത്രമേ ഈ ഭരണസമിതിക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയൂ. അപ്പം ആ നിലയിൽ നല്ല നൂതനമായ ആശയങ്ങൾ വെച്ചുകൊണ്ട് നല്ല മാതൃകാപരമായ പദ്ധതികൾക്ക് രൂപം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഭരണസമിതിയുടെ വികസന സെമിനാറിനെ സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുവാനുള്ളത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷത വഹിച്ചു. കരട് പദ്ധതി രേഖ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ശ്യാമള അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് T ഗോപാലൻ, C ബാലകൃഷ്ണൻ, P പങ്കജാക്ഷി, A ഷീജ, PV നാരായണൻ മാസ്റ്റർ, K നാരായണൻ, K ശൈലജ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
എരമംകുറ്റൂർ പഞ്ചായത്ത് വികസന സെമിനാർ മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ പഞ്ചായത്ത് 2025-26 വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ടി തമ്പാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ 4 വാർഷിക പദ്ധതികളിലായി ഒട്ടേറെ പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാനും അവ നടപ്പിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അനുഭവത്തിലൂടെ അറിയാൻ വേണ്ടി കഴിയുന്നു. എങ്കിൽ പോലും പൂർണ്ണമായും അതെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. TK രാജൻ, ജോസ് തോമസ്, T വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഹരിതസേന അംഗങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചു. പെരളം AKG വായനശാലയിൽ നടന്ന സംഗമം CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം KP ജ്യോതി ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കുടുംബശ്രീ ഹരിതസേന അംഗങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചു. പെരളം AKG വായനശാലയിൽ നടന്ന പരിപാടിയിൽ CPIM ഏരിയ കമ്മിറ്റി അംഗം സജികുമാർ ക്ലാസ് എടുത്തു. വലിയ നിലയിലേക്കുള്ള വിമോചന പോരാട്ടങ്ങൾ നടക്കുന്ന ഘട്ടങ്ങളിൽ ഭൂതകാലത്തിലെ നമുക്കറിയാലോ, ദാക്ഷായണി വേലായുധനെ കുറിച്ച് നിങ്ങൾക്കറിയാം. എന്താ, അംബേദ്കറെ കുറിച്ച് ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാലമാണ്. എന്തുകൊണ്ടാണ്? ഭരണഘടനാ ശില്പിയാണ്. അതെ, ഭരണഘടന തന്നെ അട്ടിമറിക്കപ്പെടുന്ന ഒരു കാലമാണ്. സംഘപരിവാർ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഈ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയെ പോലും തള്ളിപ്പറയുന്ന ഒരു കാലം. അപ്പൊ ഭരണഘടനാ ശില്പികളുടെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? സ്ത്രീകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ എത്രയോ കൊല്ലം മുമ്പാണ്, എത്രയോ കാലം മുമ്പാണ് ഭരണഘടന, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന എഴുതി പിടിപ്പിക്കുന്നതിൽ ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ കൂടി പങ്കാളിയായിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ എന്തില്ല? ഈ വിവേചനമില്ല. എല്ലാ മേഖലയിലും ആരുണ്ട്? സ്ത്രീകളുണ്ട്. അത് നമുക്ക് കുറെ കൂടി കരുത്ത് പകരുന്നതാണ്, അഭിമാനം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് പാർട്ടി പറയുന്നത് അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളുടെ വലിയ നിര മുൻപന്തിയിൽ ഇല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ മുന്നേറ്റം വിജയിക്കില്ല. PV രമേശൻ അധ്യക്ഷത വഹിച്ചു. C ബാലകൃഷ്ണൻ, RK സുധാമണി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പാലിയേറ്റീവ് ദിനാചരണ പരിപാടി പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. സേവന പ്രവർത്തനങ്ങളുടെ 2 ദശാബ്ദം പിന്നിട്ട പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയെ സൈറു ഫിലിപ്പ് അഭിനന്ദിച്ചു. A. കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSC ഹാളിൽ നടന്ന പരിപാടിയിൽ സ്കൂളിലെയും പയ്യന്നൂർ കോളേജ് യൂണിറ്റ് 11ലെയും NSS വളണ്ടിയർ വിദ്യാർത്ഥികളും വെള്ളൂർ GVHSSലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളും പങ്കെടുത്തു. പാലിയേറ്റീവ് രോഗീ പരിചരണത്തിലെ നഴ്സിംഗ് രീതികൾ വിശദമാക്കിക്കൊണ്ടുള്ള സാന്ത്വന ശുശ്രൂഷ ശില്പശാല സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ VC രവീന്ദ്രൻ, സിസ്റ്റർ സിസിലി എന്നിവർ ചേർന്ന് നടത്തി. പാലിയേറ്റീവ് ഇനിഷ്യേറ്റീവ് കണ്ണൂരിന്റെ വൈസ് ചെയർമാൻ MP പത്മനാഭൻ പാലിയേറ്റീവ് സന്ദേശം വായിച്ചു. പ്രിൻസിപ്പൽമാരായ സതീഷ് കുമാർ, ബിന്ദു CK, പയ്യന്നൂർ കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ മഞ്ജു ആർ നാഥ്, VHSC പ്രോഗ്രാം കോർഡിനേറ്റർ നിഷ PP, A. മഹേഷ്, TV ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സൊസൈറ്റി വൈസ് പ്രസിഡന്റ് TTV രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ ജില്ലയിലെ ഏക സ്മാർട്ട് കൃഷിഭവനായി ചെറുതാഴം കൃഷിഭവൻ മാറി. സ്മാർട്ട് കൃഷിഭവന്റെ ഉദ്ഘാടനം കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. പയ്യന്നൂർ സാഹിത്യോത്സവത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു. നഗരസഭാ ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഗാന്ധി പാർക്കിൽ സമാപിച്ചു. തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ സ്വകാര്യ മത്സ്യവിൽപ്പന കേന്ദ്രത്തിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. മാലിന്യ പ്രശ്നം ഉന്നയിച്ച് നാട്ടുകാർ അടപ്പിച്ച ഫിഷ് സ്റ്റോൾ കോടതി ഉത്തരവുമായി തുറന്നു പ്രവർത്തിപ്പിക്കുവാനെത്തിയപ്പോഴാണ് ഒരു വിഭാഗം നാട്ടുകാർ സംഘടിച്ചെത്തി തടഞ്ഞത്. കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹാട്രിക് വിജയം നേടിയതിന്റെ സന്തോഷത്തിലാണ് പയ്യന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികൾ. ഹൈസ്കൂൾ വിഭാഗം ദേശഭക്തി ഗാനത്തിനാണ് A ഗ്രേഡ് നേടിക്കൊണ്ട് ഇവർ നാടിന് അഭിമാനമായത്.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.